നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 ഫെബ്രുവരി മാസം 25-ാം തീയതി ബുധനാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, ഇനി മുതൽ കേരള എന്നുള്ള പേരില്ല, ഇനി മുതൽ കേരളം എന്നായി മാറ്റിയിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ പേര്. ഭരണഘടനയിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കണമെന്ന സംസ്ഥാനത്തിന്റെ ഏറെ നാളത്തെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. ഇതിനുവേണ്ടി പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലിന് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. സംസ്ഥാനത്തിന്റെ പേര് ഭരണഘടനയുടെ 1-ാം പട്ടികയിൽ കേരള എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കേരളം എന്നാക്കി ഭേദഗതി ചെയ്യണമെന്നായിരുന്നു സംസ്ഥാനത്തിന്റെ ആവശ്യം. ഈ ഒരു ആവശ്യത്തിനാണ് ഇപ്പോൾ അംഗീകാരമായിരിക്കുന്നത്. ഇനി രേഖകളിലെല്ലാം കേരളം എന്ന് തന്നെയായിരിക്കും രേഖപ്പെടുത്തുക. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, ഫെബ്രുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ആരംഭിക്കും എന്നുള്ള അറിയിപ്പാണ് ലഭിച്ചിട്ടുള്ളത്. ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും 2000 രൂപ വീതമാണ് ലഭിക്കുക. 25-ാം തീയതി മുതൽ വിതരണം ആരംഭിക്കും എന്നുള്ള അറിയിപ്പ് സർക്കാർ തന്നെയാണ് ഔദ്യോഗികമായി സന്ദേശം ഗുണഭോക്താക്കളുടെ ഫോണുകളിലേക്ക് അയച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിൽ പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിൽ സർക്കാർ വിതരണം ആരംഭിക്കാറില്ല. സർക്കുലർ ഇറങ്ങി 2-3 ദിവസത്തിന് ശേഷമാണ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഈ ഒരു തുക ലഭിച്ചു തുടങ്ങുന്നത്. എന്നിരുന്നാൽ തന്നെയും ഔദ്യോഗിക പ്രഖ്യാപനം നാളെ മുതൽ ആരംഭിക്കും എന്നുള്ളതാണ്. 2 ദിവസത്തിനകം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക എത്തിച്ചേരും. ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പിന്നീട് 2 ദിവസത്തെ താമസം ഉണ്ടായിരിക്കും കൈകളിൽ ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഈ ഒരു തുക എത്തിച്ചേരാൻ. കാരണം സഹകരണ സംഘങ്ങളിലേക്ക് ഈ ഒരു തുക എത്തി സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വേണം ഈ ഒരു തുക കൈമാറാൻ. അതിന്റെ ഒരു താമസം തീർച്ചയായും ഉണ്ടായിരിക്കും. കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ 1 മാസത്തെ കുടിശ്ശികയും ചേർത്ത് 1600 രൂപ വെച്ച് 2 മാസത്തെ 3200 രൂപ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഈ ഒരു തുക ലഭിക്കാത്ത ആളുകൾ നിങ്ങളുടെ ക്ഷേമനിധി ഓഫീസുമായി ബന്ധപ്പെടുന്നത് നല്ലതായിരിക്കും. ഈ ഒരു തുകയുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, സ്വകാര്യ മേഖലയിൽ തൊഴിലാളികൾക്ക് ആശ്രിത ധനസഹായ പദ്ധതി സംസ്ഥാനത്ത് ആരംഭിക്കുന്നു. തൊഴിലാളി അപകടത്തിൽ മരണപ്പെട്ടാൽ നിയമപ്രകാരം തൊഴിൽ ഉടമ നൽകേണ്ട ആനുകൂല്യങ്ങൾക്ക് പുറമെ ആശ്രിതർക്ക് സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം നൽകും. രക്ഷാകവചം എന്ന പേരിലാണ് ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത്. പദ്ധതിക്കായി 25 ലക്ഷം തൊഴിലാളികൾക്ക് പ്രയോജനപ്പെടുമെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. തൊഴിൽ വകുപ്പിന്റെ വേതന സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായവർക്ക് വേണ്ടിയാണ് ഈ ഒരു രക്ഷാകവചം പദ്ധതി നടപ്പാക്കുന്നത്. തൊഴിലിടത്ത് വെച്ചോ പുറത്തു വെച്ചോ അപകടം ഉണ്ടായാലും സഹായം ലഭിക്കും. സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് ഏജൻസിയായ ചിയാക്ക് വിഭാവനം ചെയ്ത പദ്ധതി തൊഴിൽ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് യാഥാർത്ഥ്യമാകുന്നത്. പദ്ധതി വിഹിതമായി ഓരോ തൊഴിലാളിയിൽ നിന്നും 150 രൂപ വീതം പിടിക്കുകയും ചെയ്യും. 2025-26 ബജറ്റിൽ പദ്ധതിക്കായി 30 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിന്റെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.